ഹലോ, ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് പെട്ടെന്നൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? ഞാൻ എൻ്റെ 17 kg വെയിറ്റ് കുറച്ച സമയത്ത് ഞാൻ കഴിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു മുട്ട. അപ്പോൾ മുട്ടയ്ക്കകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു നേരത്തെ നമുക്കൊരു നല്ലൊരു ഫുഡാകും. നമുക്ക് വയറും നിറയും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ കുറച്ച് ക്യാബേജ് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. ഞാൻ ഓരോ ദിവസവും ഓരോന്നാണ് ഞാൻ കഴിക്കുന്ന സമയത്തൊക്കെ മാറ്റിയാണ് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർക്കാം, നമുക്ക് ബീൻസ് ചേർക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒലുവോല് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണേ. അതിലേക്ക് നമുക്ക് ഇതെല്ലാം അരിഞ്ഞ് നമ്മുടെ ഐറ്റംസ് എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാവേ. അതിലോട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇത് ചെറിയൊരു എരിവുള്ള പച്ചമുളക്, ഒരു എരിവോടെ കഴിക്കുമ്പോഴേക്ക് ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ദേ കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം നമുക്കിതങ്ങ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കാരണം ഒന്ന് വാടി വരട്ടെ, വേവൊന്നും വേണ്ട, ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുക ഒരു പാത്രത്തിലോട്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഇതിൽ മുട്ടയ്ക്ക് വേണ്ടി ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും എരിവൊന്നും കൂടാതെ നോക്കണേ. അങ്ങനെ മുട്ടയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം ഒന്ന് വാടിയൊന്ന് വെന്ത് കുഴഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് ഇതാവണ്ട, ഒന്ന് കുഴഞ്ഞ് വാടി വരണം, അത്രയേ ഉള്ളേ. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതിയേ. തീ ലോ സിമ്മിൽ ഇടാൻ പാടുള്ളൂ, തീയൊന്നും കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാവേ. മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് സ്പൂണും കൊണ്ട് തന്നെ നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാവേ. ഇപ്പോഴും നമ്മൾ തീ കൂട്ടി വെക്കാൻ പാടില്ല, തീ എപ്പോഴും ലോ സിമ്മിൽ തന്നെ ആയിരിക്കണം കിടക്കേണ്ടത്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ഒരു സൈഡ് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതി ഒരു സൈഡ് വേവാനായിട്ട്, കാരണം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവേ. ഇവിടെ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട ഓംലെറ്റ് എന്നോ എന്തെങ്കിലും പറയാം, വെജിറ്റബിൾ ഓംലെറ്റ് എന്നോ എന്തെങ്കിലും ഒരു പേര് പറയാം. ഇത് ഒരുപാട് ഹൈ പ്രോട്ടീനാണ്, അതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കുറച്ച് കുക്കുംബറും ഒരു ഗ്രീൻ ടീ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ ഫുഡായി. അപ്പോൾ നിങ്ങൾ വെയിറ്റൊക്കെ കുറയ്ക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡ്സൊക്കെ ഉൾപ്പെടുത്തി നോക്കുക, പെട്ടെന്ന് വണ്ണവും വയറും ഒക്കെ കുറയും. ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ച് തന്നെ എൻ്റെ 17 kg കുറച്ച്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.